ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽപ്പെടുത്തി ഭൂരഹിതർക്ക് സർക്കാർ പതിച്ചു നൽകിയത് വാസയോഗ്യമല്ലാത്ത ഭൂമി. തൊടുപുഴ താലൂക്കിലെ 400ഓളം കുടുംബങ്ങൾക്കാണ് വാസയോഗ്യമല്ലാത്ത ഭൂമി നൽകിയത്. മലയും പാറക്കെട്ടുകളും നിറഞ്ഞ ഭൂമിയാണ് ഭൂരഹിതർക്ക് നൽകിയത്. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽപ്പെടുത്തി ഭൂരഹിതർക്ക് സംസ്ഥാന സർക്കാർ നൽകിയ ഭൂമിയാണ് എനിക്ക് മുന്നിൽ കാണുന്നത്. ഒരു കൂര വെക്കാൻ പോലുമുള്ള സൗകര്യം ഈ ഭൂമിയിലില്ല. തൊടുപുഴ താലൂക്കിലെ 400ഓളം കുടുംബങ്ങൾക്ക് സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയാണിത്. കാഞ്ഞാറിൽ നിന്നും വാഗമണിലേക്ക് പോകുന്ന വഴിയിൽ ഇലപ്പൊലിയിലാണ് ഭൂമി നൽകിയത്. 20 ഏക്കറോളം ഭൂമിയാണ് രണ്ടിടത്തായി ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ ഭൂമി വാസയോഗ്യമല്ലെന്ന് മാത്രം. ഒരു സൈഡിൽ കുന്നും മറു സൈഡിൽ ചെങ്കുത്തായ കൊക്കയും. ഭൂമിയാണെങ്കിൽ പാറക്കെട്ടുകൾ നിറഞ്ഞത്. വാസയോഗ്യമല്ലാത്ത ഭൂമി തങ്ങൾക്ക് വേണ്ടെന്ന് മിക്കവരും അറിയിച്ചു കഴിഞ്ഞു. പുള്ളിൽ ഭയങ്കര കുന്നാന്നേ, ഒരു കാരണവശാലും വരെ വെക്കാൻ വേണ്ട. ഭയങ്കര കുന്നെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി ചെല്ലില്ല, അതുപോലെയുള്ള കുന്നാണ്. മനുഷ്യന് കയറി ചെല്ലില്ല, അവിടെ പണിയോ ഒന്നോ കാര്യങ്ങളൊന്നുമില്ല. ആശുപത്രി പോലും ഒരു കുട്ടികളെ പോലും പഠിപ്പിക്കാൻ സൗകര്യമില്ല. യാതൊരു സൗകര്യമില്ലാത്ത സ്ഥലത്ത് ഭൂമി നൽകിയത് ചില റവന്യൂ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് ഭൂരഹിത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. അതിന് നമ്മുടെ പഞ്ചായത്ത് റവന്യൂ ഉദ്യോഗസ്ഥരും അതുപോലെ പഞ്ചായത്ത് ഭരണാധികാരികളും അതിന് കൂട്ടുനിന്ന് ആ സ്ഥലങ്ങൾ, ആ വാസയോഗ്യമായ സ്ഥലങ്ങൾ അവർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള അവർക്ക് പട്ടയം കിട്ടുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാസയോഗ്യമായ ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് ഭൂരഹിത സംരക്ഷണ സമിതി മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും നിവേദനം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, ഇടുക്കി.